പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവരെയും ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലോകമെമ്പാടും ഇത് ശ്രവിക്കുന്ന എല്ലാ ഗുഡ്നസ് ടി വിയുടെ നല്ല പ്രേക്ഷകരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. വചനത്തിനായി ദാഹിച്ച് വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരെയും ഈശോയ്ക്ക് കൊടുക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ വചനത്തിനായി ദാഹിച്ച് നിൽക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയെ അങ്ങയുടെ വചനം ഗ്രഹിക്കുവാനും ആ വചനം ഗ്രഹിച്ച് ആ വചനത്തിൽ വളർന്ന് ഫലമുണ്ടാക്കുവാനും ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള സുപരിചിതമായ തിരുവചനമാണ്. നമുക്കൊക്കെ വളരെ വേദനയിലായിരിക്കുമ്പോൾ, നമുക്ക് ഹൃദയത്തിൽ ഭാരം കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു തിരുവചനമാണിത്. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ശാന്തനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ലഘുവുമാണ്. സ്നേഹമുള്ളവരെ, ആശ്വാസം ലഭിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം നിങ്ങൾ വഹിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ആകുലതകൾ എല്ലാം വർദ്ധിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് കർത്താവിൻ്റെ അടുത്തേക്കാണ്. കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് പരിഹാരമുണ്ട്, അതിന് ആശ്വാസമുണ്ട്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമ്മുടെ ഭാരം കൂടുകയേ ഉള്ളൂ. നമ്മുടെ ഭാരം ഇറക്കി വെക്കണമെങ്കിൽ നാം പോകേണ്ടത് കർത്താവിൻ്റെ അടുത്താണ്. കാരണം കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ അതുകൊണ്ട് വഴിയായ കർത്താവിൻ്റെ അടുത്ത്, വഴി പറഞ്ഞു കൊടുക്കുന്നതല്ല, ശരിയാണോ വഴി കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വാ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ നല്ല ഇടയനാണ്. എന്നെ അടുക്കിലേക്ക് വരുന്നവരെ, ആടുകളെ ഞാൻ വേണ്ട രീതിയിൽ പരിപാലിക്കും, സംരക്ഷിക്കും. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിത്യമായ ആശ്വാസം, നിത്യമായ ആനന്ദം, സ്വസ്ഥത നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ എല്ലാറ്റിനും ശക്തനാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, അധ്യായം 4, 5, 2 അധ്യായങ്ങൾ വായിച്ചാൽ മതി, നമുക്കറിയാൻ സാധിക്കും ഈശോയുടെ ശക്തി മുഴുവനും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പ്രകൃതി ശക്തികളെ ഈശോ നിയന്ത്രിക്കുന്നു, കടലിനെ ശാന്തമാക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അത്ര കണ്ട് കടൽ ക്ഷോഭിച്ചിട്ടും ഈശോയുടെ ഒരു വാക്കിനാൽ ശാന്തമാകുന്ന കടലിനെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പിശാച് ബാധിതനെ, ആരാലും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന ദുരാത്മാവ് ബാധിച്ച ഒരു പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് തയ്യാറാക്കുന്നതായിട്ട് നാം കാണാൻ സാധിക്കും. അവൻ ദക്കാപോളിസിലെല്ലാം പോയി പിന്നീട് സുവിശേഷം പ്രസംഗിക്കുന്നവനായിട്ട് മാറി, ഒരു പിശാച് ബാധിതൻ. അതുപോലെ 12 വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീയെ യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. കാരണം
ഒരു വൈദ്യനാലും അവളുടെ രക്തസ്രാവം സുഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവരും ഒഴിഞ്ഞ് ആരാലും സുഖപ്പെടുത്താൻ കഴിയാതെ ഒരുപാട് പൈസകൾ ചിലവാക്കിയിട്ട് ഒന്നും നടക്കാതെ മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ചിരുന്ന ആ സഹോദരി യേശുവിനെ കണ്ടപ്പോൾ അവൾ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് സൗഖ്യപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആരാലും സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന സ്ത്രീ. അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ജായിറോസിൻ്റെ 12 വയസ്സുള്ള മകളെ മരണത്തിൽ നിന്ന് കർത്താവ് ജീവനിലേക്ക് ഉയർപ്പിക്കുന്നതായിട്ട്, ജീവൻ കൊടുക്കുന്നതായിട്ട്. സ്നേഹമുള്ളവരെ, തമ്പുരാന് എത്ര വലിയ രോഗമാണെങ്കിലും സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും. മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവിന് സാധിക്കും. ഏത് കാറ്റോ കടലോ പ്രകൃതി വിരുദ്ധമായ എന്ത് ശക്തികളും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. പിശാച് പീഡിതനെ പോലും അവനെപ്പോലും സുവിശേഷ പ്രഘോഷകനാക്കുന്ന ശക്തിയാണ് കർത്താവിലുള്ളത്. സ്നേഹമുള്ളവരെ, ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ആ കർത്താവാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ഭാരപ്പെടേണ്ട. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആകുല ചിന്തയുടെ ഭാരമുണ്ട്, മനസ്സിൽ ഭാരങ്ങളുണ്ട്. എന്നാൽ ആ ഭാരങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് താ, എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് താ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതെ, നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, നിങ്ങൾ എൻ്റെ നുകം നിങ്ങൾ വഹിക്കണം. എൻ്റെ നുകം, കർത്താവിൻ്റെ നുകം വഹിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും അധികം നാൾ നമ്മൾ വഹിച്ച നുകം നമ്മൾ സ്വന്തമായ രീതിയിൽ നമുക്കിഷ്ടമുള്ള ഇടത്തൊക്കെ പോകുന്ന ഒരു ആളുകളായിരുന്നു, പ്രകൃതിയായിരുന്നു. നമ്മുടെ ഇഷ്ടമുള്ള ഇടത്ത് പോകുക, വരിക, ഇഷ്ടമുള്ളത് കാണുക, ഇഷ്ടമുള്ളത് ഭക്ഷിക്കുക, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ നുകത്തിന് കീഴിൽ, കർത്താവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാം വ്യത്യാസപ്പെടുന്നു. അതാണ് കർത്താവ് പറയുന്നത്. ആ നുകത്തിൽ കർത്താവ് ശാന്തനാണ്, വിനീത ഹൃദയനാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, എൻ്റെ ഈ നുകത്തിലേക്ക് കടന്നു പോവാ. കർത്താവ് ആ നുകം, കർത്താവിൻ്റെ നുകം നമ്മളുടെ അടുത്തേക്ക് നമ്മിലേക്ക് വയ്ക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ നമ്മളായിത്തീരുന്നു എന്നുള്ളതാണ് സത്യം. കർത്താവ് നമ്മെ പിന്നെ കൊണ്ടു നടക്കുന്നതൊക്കെ കർത്താവ് നമ്മൾ വഴി പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നെല്ലാം കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, നുകം വെച്ച കാളയെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന് ഉഴവുന്ന കർഷകനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാളകളൊക്കെ എങ്ങനെയാണ്? ആ കർഷകൻ പറയുന്ന ആ ഉഴവുചാലിൽ കൂടെ തന്നെ മാത്രമാണ് പോകുന്നത്. ഒരു കാള അങ്ങോട്ടും ഒരു കാള ഇങ്ങോട്ടും പോകുന്നില്ല. 2 കാളുകളും കൃത്യമായിട്ടാണ് പോകുന്നത്. ആ നുഖമാണ് കർത്താവ് പറയുന്നത്, യേശു പറയുന്നത്, ആ നുഖം, ഞാൻ ഇപ്പുറത്തുണ്ട്, നീ അപ്പുറത്ത് നീ വന്ന് നിൽക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് നീ മനസ്സിലാക്കുക, നീ പഠിക്കുക എന്നിൽ നിന്ന്. അങ്ങനെ നീ പഠിക്കുമ്പോൾ, ഞാൻ നടന്ന അതേ വഴിയിലൂടെ നീ നടക്കുമ്പോൾ നീ എന്നെപ്പോലെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരുമ്പോൾ നിനക്ക് എല്ലാ ക്ലേശങ്ങളും നിനക്ക് അവസാനം മധുരമായിട്ട് തോന്നും. നിനക്ക് അതൊന്നും ഭാരമായിട്ട് നിനക്ക് അനുഭവപ്പെടുകയില്ല. ഹൃദയത്തിൽ നിനക്ക് സ്വസ്ഥത നിനക്ക് ലഭിക്കും. കർത്താവ് അത് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ. കർത്താവിൽ നിന്ന് പഠിക്കാനായിട്ട് ഇന്ന് ആരും തയ്യാറല്ല. കർത്താവിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊരു രോഗത്തിൻ്റെ സൗഖ്യമാകാം, ചിലപ്പോൾ സാമ്പത്തികമായുള്ള അഭിവൃദ്ധിയാകാം, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു വിജയമാകാം, എന്ത് വേണമെങ്കിലും ആകട്ടെ, പലതും അങ്ങനെ ആകാം. പക്ഷേ എങ്കിലും അതുകൊണ്ട് പലരും താൽക്കാലിക ആശ്വാസം ലഭിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് വീണ്ടും കർത്താവിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ നുകം വഹിച്ച്
നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ ശരിയാണ് നിത്യതയിലേക്ക്, നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്ന് വരികയുള്ളൂ എന്ന് കർത്താവ് നമ്മെ മനസ്സിലാക്കി തരികയാണ്. ഇല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായ ആശ്വാസത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. പിന്നീട് ഈ പ്രശ്നങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഈ നുകം വഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമുക്ക് ജീവിതത്തിൽ എത്ര വലിയ ഭാരങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം കടന്നു വന്നു കഴിഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടും കർത്താവ് നമ്മോട് കൂടെ അടുത്തുണ്ട്. അവൻ നടന്ന വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ആ തിരിച്ചറിവിൽ നമ്മൾ നടക്കുമ്പോൾ, അവൻ മനസ്സിലാക്കി തന്ന വഴികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭാരം അനുഭവപ്പെടുകയില്ല. ഹൃദയത്തിൻ്റെ ആകുലതകളെല്ലാം നമ്മുടെ അവസാനിച്ചു പോകും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 94 പറയുന്നുണ്ടല്ലോ ഇപ്രകാരം, അതെ, എൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എൻ്റെ മനസ്സിലെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സ്നേഹമുള്ളവരെ, അതിനാൽ ഈശോയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നമ്മൾ ലഭിച്ചാൽ മാത്രം പോരാ, ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ ഈശോയുടെ നുകം വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈശോയുടെ നുകം വഹിച്ച് ഈശോയിൽ നിന്ന് പഠിക്കുക. ഈശോ പറയുക, ഇത് വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല, എൻ്റെ ചുമട് ലഘുവാണ്, മധുരമുള്ളതാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ തോന്നും വലിയ ഭാരം, എന്നാൽ വളരെ അനായാസം നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ്. പിന്നീട് നമ്മുടെ ജീവിതം മുഴുവനും മധുരമുള്ള ജീവിതമായി നമ്മൾ മാറുകയും ചെയ്യും. അതിനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നമുക്കറിയാമല്ലോ, പത്രോസ് ലീഹ 1 പത്രോസ് 5:6 പറയുന്നുണ്ടല്ലോ, അതെ, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിങ്ങൾ നിൽക്കുവിൻ. നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ നിങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കും, ദൈവത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. കൃത്യമായിട്ട് പറയുക, ശ്രദ്ധാലുവാണ്. എല്ലാം നിങ്ങളിലുള്ള ആകുല ചിന്തകൾ, ഭാരങ്ങളൊക്കെ അവൻ്റെ മേൽ കൊടുത്തു കൊടുക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, ഇക്കാര്യത്തിൽ യേശു വളരെ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പത്രോസ് ലീഹ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ പത്രോസ് ലീഹ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12 അധ്യായത്തിൽ തടവിലാക്കപ്പെടുമ്പോൾ നമുക്കറിയാം, വളരെ ജയിലിൽ ഒത്തിരി ബന്ദോബസ്തിലാണ് ഈ പത്രോസ് ലീഹയെ പാർപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി ജയിലിലെ ഒരുപാട് അധികാരികളുണ്ട്, ചങ്ങലകളുണ്ട്, എല്ലാം പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുക. പത്രോസ് ഒരു രീതിയിലും രക്ഷപ്പെടാനായിട്ട് പാടില്ല. കാരണം അവർക്കറിയാം പൗലോസും സീലാസൊക്കെ രക്ഷപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ഇവന് രക്ഷപ്പെടാനായിട്ട് പാടില്ല. അത് മാത്രമല്ല, അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ കൊന്നതുപോലെ ഇവനെയും കൊല്ലുവാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി കള്ളസാക്ഷികൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, പത്രോസ് ഇവരുടെ ഇടയിൽ, ഈ ചങ്ങലകളുടെ മധ്യേ, ഈ ആളുകളുടെ മധ്യേ, ഈ പടയാളികളുടെ മധ്യേ ഒക്കെ ശാന്തമായിട്ട് ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ്? പത്രോസിൻ്റെ വചനം അത് തന്നെയാണ്. അവന് ആകുല ചിന്തയില്ല, ഭാരങ്ങളൊക്കെ അവൻ കർത്താവിൽ സമർപ്പിച്ചു. കർത്താവിൽ എല്ലാ ഭാരങ്ങളും ചിന്തകളും എല്ലാം സമർപ്പിച്ചതിന് ശേഷം അവന് യാതൊരു ഭാരവും ഇല്ല. കർത്താവ് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 55 പറയുന്നുണ്ടല്ലോ, 55-22 പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാനായിട്ട് അവിടുന്ന് സമ്മതിക്കുകയില്ല. അതിനാൽ സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൽ നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരവും, നമ്മുടെ ചിന്തയുടെ ഭാരവും, പാപത്തിൻ്റെ ഭാരവും എല്ലാം കർത്താവിൽ കൊടുക്കുക. കർത്താവിന് സമർപ്പിക്കുമ്പോൾ, കർത്താവിന് കൊടുക്കുമ്പോൾ, കർത്താവ് അത് ഏറ്റെടുത്ത് കർത്താവ് നമ്മെ നല്ല വഴിയിലേക്ക് കർത്താവ് നയിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നുകം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നത്. കർത്താവിലേക്ക് നമ്മൾ ചെന്ന് ചേരുമ്പോൾ, കർത്താവിൻ്റെ നുകത്തിൽ നമ്മൾ കെട്ടുമ്പോൾ, സ്നേഹത്തിൻ്റെ ചരട് കൊണ്ട് കെട്ടിയിട്ട് നമ്മെ കർത്താവ് നടന്ന പോലെ നടത്തി കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുക.
സ്നേഹമുള്ളവരെ, അവിടെ അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം രക്ഷയിലേക്ക്, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് യേശു പറയുന്നുണ്ട്, ദൈവപരിപാലനയിൽ ആശ്രയം എന്നതിൽ. നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? നിങ്ങൾ ചിന്താധീനരായി നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങളുടെ ഈ ഉത്കണ്ഠ കൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ട് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതി. നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് അതിലൂടെ. സ്നേഹമുള്ളവർ, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലചിത്തരാകേണ്ട. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലചിത്തരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ യാചനകൾ കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. ദൈവത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങൾ എന്താവശ്യമാണെങ്കിലും നന്ദി പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കണം. നന്ദി പറയുന്നതിന് കാരണം നമുക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്. നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളിലും വിശ്വാസമുണ്ട്. കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നവനാണ്. ഇനിയും നടത്തി തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞ് കർത്താവിന് നമ്മുടെ യാചനകൾ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പറയുകയാണ്, അപ്പോൾ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നോക്കി, എത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത്. സ്നേഹമുള്ളവരെ, അതിനാൽ നാം മനസ്സിലാക്കുക, നമ്മൾ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാരമാകട്ടെ, നമ്മുടെ ആകുല ചിന്തകളാകട്ടെ, പാപത്തിൻ്റെ ഭാരം എന്താകട്ടെ, നമ്മൾ കർത്താവിലേക്ക് കടന്നു ചെല്ലുക. കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ, കർത്താവിൻ്റെ മുഖം വഹിക്കുമ്പോൾ നമ്മൾ നിത്യമായ ആശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരും. നിത്യമായ സ്വസ്ഥതയിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക് കടന്നു വരും. ഇത് നാം തിരിച്ചറിയണം. എനിക്കറിയാം, ഞങ്ങളുടെ ഒരു സഹോദരിയുടെ ഒരു അടുത്തുള്ള ഒരു വീട്ടിൽ നടന്ന സംഭവം. അത് ഓച്ചന്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്, വൈപ്പിനടുത്താണ്. അവിടെ അവർക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത്. അപ്പൻ കപ്പിയാരാണ്, ആ പള്ളിയിലെ കപ്പിയാരാണ്. അവർ മകനെ അതുപോലെ നന്നായി വളർത്തിയിരുന്നു. ആ മകൻ നല്ല സ്വഭാവത്തിൽ ശ്രേഷ്ഠനായിരുന്നു. എപ്പോഴും കപ്പിയാരുടെ ജോലിയൊക്കെ അപ്പന് വേണ്ടി മകനാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ പള്ളിയിൽ പോകും, എല്ലാ കാര്യങ്ങളും, കുർബാനയ്ക്കൊക്കെ പോകും, അപ്പനും പോകും, എന്നാൽ മകനും പോകും, എല്ലാ കാര്യങ്ങളിലും. ക്രിസ്മസ് സമയം വന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അത് പുൽക്കൂടുണ്ടാക്കാനായിട്ട്, ഈറ്റ വെട്ടാനായിട്ട് ഒരു വഞ്ചി എടുത്തുകൊണ്ട് പുഴയിലേക്ക് പോയതാണ്. സ്നേഹമുള്ളവരെ, പുഴയിൽ പോയി ഈറ്റ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവൻ്റെ വഞ്ചി മറിഞ്ഞു. അവൻ്റെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു കൂടെ. വഞ്ചി മറിഞ്ഞു. ഇവൻ ആഴിയിലേക്ക് താഴേക്ക് താണുപോയി. ചെളിയിൽ ഇവൻ പൂണ്ടുപോയി. മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു, പക്ഷേ ഇവൻ രക്ഷപ്പെട്ടില്ല. അവസാനം അറിഞ്ഞത് അത് മരിച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത്. അവൻ മരിച്ചു. ഇത് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. മരിച്ചു. അത് അമ്മയ്ക്കും അപ്പനും ഏക മകനാണ്. ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടെ നന്നായി കടന്നു വന്ന ഒരു കൊച്ചു മകനാണ്. അവൻ്റെ ബർത്ത്ഡേയാണ് പിറ്റേ ദിവസം ബർത്ത്ഡേക്ക് വേണ്ടി അവന് എല്ലാ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് അപ്പനും അമ്മയും കൂടി. അപ്പോഴാണ് അറിയുന്നത് അവൻ മരിച്ചു എന്നുള്ളൊരു കാര്യം അറിയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനായിട്ട് സാധിക്കുന്നൊരു കാര്യമല്ലായിരുന്നു. ഒത്തിരി കരയുകയാണ്. ആ സമയത്ത് ഒരച്ഛൻ അവരോട് വന്നിട്ട്, അച്ഛൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, ആ ഇടവകയിലെ വൈദികൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. വൈദികൻ പറഞ്ഞു, നിങ്ങൾ നോക്കുക, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാം വചനം എടുത്ത് നോക്കുക. അപ്പോൾ അവർ വായിച്ചു, അതെ, സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. ആ വാതിലിലൂടെ ഒരു ശബ്ദം ഞാൻ കേട്ടു, അതെ, ഇങ്ങോട്ട് കയറി വരൂ, അവിടെ ദൈവമായ കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, കണ്ടോ, അവൻ സ്വർഗത്തിലേക്ക് അവനെ വിളിച്ചിരിക്കുകയാണ്, സ്വർഗത്തിലാണ് അവൻ ഇരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ പിന്നെ മനസ്സിലാക്കി കൊടുത്തു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ
ആരും നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, നമുക്ക് വേണ്ടി തന്നെ മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ടാണ് ജീവിക്കുന്നത്, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായിട്ടാണ് മരിക്കുന്നത്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് ഉള്ളവരാണ്. സ്നേഹമുള്ളവരെ, ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവർക്ക് ആശ്വാസം ലഭിച്ചു. അവരതുവരെ മകൻ്റെ മുറി അവർ അടച്ചു പൂട്ടിയിട്ടിരുന്നു. അവന് മകൻ്റെ സൈക്കിളുണ്ടായിരുന്നു, പുസ്തകങ്ങളുണ്ടായിരുന്നു, വസ്ത്രങ്ങളുണ്ടായിരുന്നു. അതൊന്നും കാണാനായിട്ട് ആ അമ്മയ്ക്ക് ശക്തിയില്ലായിരുന്നു. അതുകൊണ്ട് ആ അമ്മ ആ മുറി അടച്ചു പൂട്ടിയിട്ടിരുന്നു. എന്നാൽ ഈ വചനം കിട്ടിയപ്പോൾ, ഈ വചനം ആ വൈദികൻ അമ്മയെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ അമ്മയ്ക്ക് ധൈര്യം കിട്ടി. അതിനുശേഷം ആ അമ്മ മുറി തുറന്നു. അതിനുശേഷം വളരെ ഈശോയായിട്ട് അടുപ്പത്തിലായതിനെ തുടർന്ന് ആശ്വാസം ലഭിച്ചു, സമാധാനം ലഭിച്ചു. പിന്നീട് ദിനചര്യകൾ അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഈശോയായിട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക. ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ഏതവസ്ഥയിലും നമുക്ക് ആശ്വാസം നമുക്ക് ലഭിക്കുക. ഈശോയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വരും, നമ്മുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെടും. നമ്മൾ നമുക്ക് പിശാച് നമ്മെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ, ആകുല ചിന്തകൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് നമ്മുടെ പാപത്തിൻ്റെ ഭാരം തന്നെ നമ്മിൽ കടന്നു വരുമ്പോൾ, കുറ്റബോധം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഇതെല്ലാം വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് കടന്നു വരണം. കർത്താവിലേക്ക് കടന്നു വന്ന് കർത്താവിൽ നിന്ന് നമ്മൾ ആശ്വാസം സ്വീകരിക്കണം. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. അവൻ നമ്മെ വിളിക്കുകയാണ്, എല്ലാവരെയും വിളിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് മാത്രമല്ല, എല്ലാവരെയും യേശു വിളിക്കുകയാണ്. വരൂ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് വാ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാ മക്കളും എൻ്റെ അടുത്ത് വാ. ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, എൻ്റെ അടുത്തേക്ക് വാ. അതിനാൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ഭാരങ്ങൾ അവിടെ ഇറക്കി വയ്ക്കാം. തീർച്ചയായിട്ടും ഈശോ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ എല്ലാ ഭാരങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.